കൊച്ചിയിലേക്ക് പോകുകയാണ്. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന് ഇഡി ഉടൻ സമൻസ് അയക്കും. അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന നിയമോപദേശവും ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ഹൈക്കോടതി ഉത്തരവിലും പുതിയ സമൻസ് തടഞ്ഞിട്ടില്ല. അതോടൊപ്പം കളിക്കുന്നതിനിടെ പന്തെടുക്കാൻ അയൽവീട്ടിലെത്തിയ 10 വയസ്സുകാരനെ മർദ്ദിച്ച കേസിൽ പ്രതിയെ പോലീസ് സംരക്ഷിക്കുന്നതായി പരാതിയും ഉയർന്നിട്ടുണ്ട്. സുധീഷ് ഗോപാലുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുന്നതിനായി. സുധീഷ്, ഈ തോമസ് ഐസക്കിനെതിരെ കുരുക്കുമുറുക്കുന്നതിന് തന്നെയാണ് ഇഡി ശ്രമിക്കുന്നത്. ഈ മസാല ബോണ്ട് കേസിൽ സമൻസ് അയക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ സമൻസ് ഉണ്ടാകുമെന്ന് തന്നെയാണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഹൈക്കോടതിയിൽ ഇതിനെതിരെ ഐസക് പോയെങ്കിലും ഈ കോടതി ഉത്തരവിൽ ഇനിയും സമൻസ് അയക്കേണ്ട എന്നത് സംബന്ധിച്ചുള്ള ഉത്തരവില്ല എന്നാണ്. നിയമോപദേശത്തിലും ഇഡിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു അനുകൂല നിലപാട് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. രീതിയിൽ സമൻസ് അയച്ചിരുന്നു തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി. അന്ന് വ്യക്തിപരമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഈ സമൻസ് റദ്ദ് ചെയ്യാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തത്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഈ കേസുമായി ബന്ധപ്പെട്ടില്ലേ മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് സമൻസ് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് നിയമ തടസ്സമില്ല എന്ന് ഉപദേശം ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും ഇനിയും സമൻസ് അയക്കരുത് എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുമില്ല. അതേ സാഹചര്യത്തിൽ തന്നെ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിന് സമൻസ് അയക്കുന്നതിന് മറ്റ് തടസ്സങ്ങളില്ല എന്നും നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് സമൻസ് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അടിയന്തരമായി തന്നെ ഇത്തരത്തിൽ സമൻസ് അയക്കുകയും വിളിച്ചു വരുത്തി അഥവാ അതിന് ഹാജരാവുന്നില്ലെങ്കിൽ മറ്റ് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനുമാണ് ഇഡി തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഇത്തരത്തിൽ ഇഡിയുടെ മുന്നിൽ ഹാജരാവുകയാണെങ്കിൽ ഇത് മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായും അതിൽ ഇഡി തേടുന്നത് ഇതിൻ്റെ ഫണ്ട് ഷെയറിനുമായി ബന്ധപ്പെട്ട ഫിമ നിയമത്തിലെ ലംഘനങ്ങൾ, അതോടൊപ്പം തന്നെ ഈ ഫണ്ട് വക മാറ്റിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം ചോദിച്ചറിയുക എന്നതാണ് ഇഡിയുടെ മുന്നിലുള്ള പ്രധാന ലക്ഷ്യം. ആ രീതിയിൽ മുന്നോട്ട് പോവുകയും ഇതിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള സാധ്യതയിലേക്കാണ് ഇഡി വിരൽ ചൂണ്ടുന്നത്. അത്തരത്തിൽ പോവുകയാണെങ്കിൽ അത് തോമസ് ഐസക്കിനുള്ള ഒരു കുരുക്കാകും എന്ന് തന്നെ അനുമാനിക്കാൻ സാധിക്കും. ആ രീതിയിൽ ഇഡി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. വിഷ്ണു, സുധീഷ്, ഐസക്കിനെ കൂടുതൽ ചോദ്യം ചെയ്യാൻ ഐസക് ഹാജരാകും എന്നത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ടോ? കാരണം ഇഡിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരികയാണ് തോമസ് ഐസക്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതിയിലേക്ക് അടക്കം പോകുകയും ചെയ്തത്. വീണ്ടും ഇഡി സമൻസുമായി മുന്നോട്ട് പോയാൽ ഐസക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു നിലപാട് എന്തായിരിക്കും? വിഷ്ണു ശർമ്മ, ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഇഡിയോടുള്ള പോരാട്ടത്തിൽ വിജയിച്ചു എന്ന നിലയിലാണ് ഇപ്പോൾ തോമസ് ഐസക് നിലകൊള്ളുന്നത്. കാരണം നേരത്തെ അയച്ച സമൻസ് റദ്ദ് ചെയ്യുന്നതിലടക്കം തോമസ് ഐസക് വിജയിച്ചിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ഇത്തരമൊരു സമൻസ് വരുമ്പോൾ സമാന രീതിയിൽ തന്നെ അതിനെ പ്രതിരോധിക്കുക, ഇല്ലെങ്കിൽ മുൻപൊരിക്കൽ അയച്ച് ഹൈക്കോടതി റദ്ദ് ചെയ്തതാണ്, അതിനുശേഷം വീണ്ടും സമൻസ് അയക്കുന്നത് നിയമപരമായി ശരിയല്ല എന്ന ഒരു നിലപാടിലാകും. അന്ന് നേരത്തെ എന്ത് കേസിൻ്റെ അടിസ്ഥാനത്തിലാണോ തനിക്ക് സമൻസ് അയച്ചത് അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് വീണ്ടും സമൻസ് അയക്കുന്നത് എന്നൊരു നിലപാടെടുത്തുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാനാവും തോമസ് ഐസക് ശ്രമിക്കുക. ഒരു തരത്തിലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യം ചെയ്യലുമായി കേസുമായി ബന്ധപ്പെട്ട് സഹകരിക്കേണ്ട എന്ന ഒരു നിലപാട് തന്നെയാണ് തോമസ് ഐസക്കിനുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ സമൻസ് നിയമപരമായി തന്നെ വരികയും ഇനിയും ഹൈക്കോടതിയെ സമീപിച്ചാൽ പോലും അത് റദ്ദ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകാത്ത രീതിയിലാണ് ഇഡി ഇപ്പോൾ കരുക്കൾ നീക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആ ഒരു പശ്ചാത്തലത്തിൽ സമൻസ് അയച്ചാൽ അതിനെ നിയമപരമായി തന്നെ പ്രതിരോധിക്കാൻ ഐസക്കിന് കഴിയാതെ വന്നാൽ തന്നെയും ഇത് ചോദ്യം ചെയ്യലിന് ഹാജരാകുമോ ഇല്ലയോ എന്നതാണ് പ്രധാന സംശയം. അത്തരത്തിൽ ഹാജരായാൽ അത് തനിക്കുള്ള കുരുക്കാണ് എന്ന് തിരിച്ചറിവുണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി നിയമപരമായി ഇതിനെ പ്രതിരോധിക്കാൻ തന്നെയാവും തോമസ് ഐസക്കിൻ്റെ നീക്കം. അതിനുശേഷവും ഇതിന് ഹാജരാകുന്നില്ല എങ്കിൽ മറ്റ് നിയമ നടപടിയുമായി പോകാനാണ് ഇഡിയുടെയും തീരുമാനം. അതുകൊണ്ട് തന്നെ ഇതൊരു തുറന്ന യുദ്ധത്തിലേക്ക്, ഇഡിയും തോമസ് ഐസക്കും തമ്മിലുള്ള ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. ഇതിനെ രാഷ്ട്രീയപരമായല്ല മറിച്ച് ഇതിൻ്റെ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഇഡിയും നിലനിൽക്കുന്നത്. വിഷ്ണു ശർമ്മ, യെസ്, അത് തന്നെയാണ്.